വാക്കിംഗ് ടൂർ. R.L. സ്റ്റീവൻസൺ എന്നറിയപ്പെടുന്ന റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എഴുതിയ എസ്സേ അഥവാ ഉപന്യാസമാണ് വാക്കിംഗ് ടൂർ. വില്യം ഹേസ്ലിറ്റ് എഴുതിയ ഓൺ ഗോയിങ് എ ജേർണി എന്ന ഉപന്യാസത്തിന് വളരെ സ്നേഹത്തോടെ മറുപടി പറയുന്ന രീതിയിലാണ് വാക്കിംഗ് ടൂർ എന്ന ഉപന്യാസം R.L. സ്റ്റീവൻസൺ എഴുതിയിട്ടുള്ളത്. സ്വന്തം രാജ്യത്ത് വെറുതെ നടക്കുമ്പോൾ കിട്ടുന്ന സുഖവും ആനന്ദവും, ശേഷം വൈകുന്നേരം തീ കായുവാനിരിക്കുമ്പോൾ യാത്രയുടെ ഓർമ്മകൾ നൽകുന്ന സുഖകരമായിട്ടുള്ള അനുഭൂതിയുമാണ് ഈ ഉപന്യാസം പറയുന്നത്. വളരെ മികച്ച ഒരു എഴുത്തുകാരനാണ് R.L. സ്റ്റീവൻസൺ. എന്നാൽ ഒരു യാത്രാ എഴുത്തുകാരൻ എന്ന നിലയിൽ അറിയപ്പെടാതെ പോയ R.L. സ്റ്റീവൻസണിൻ്റെ കഴിവുകൾ ഈ ഉപന്യാസം കാണിച്ചു തരുന്നു. തുടക്കത്തിൽ പറഞ്ഞ പോലെ വില്യം ഹേസ്ലിറ്റ് എഴുതിയ ഓൺ ഗോയിങ് എ ജേർണി എന്ന ഉപന്യാസമാണ് വാക്കിംഗ് ടൂർ എന്ന ഉപന്യാസം എഴുതാൻ R.L. സ്റ്റീവൻസനെ പ്രേരിപ്പിച്ചത്. നമുക്കിനി ഉപന്യാസം ഒന്ന് മനസ്സിലാക്കാം. നടക്കുമ്പോൾ ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ വായനക്കാരോട് ഉപന്യാസത്തിലൂടെ പറയുകയാണ് R.L. സ്റ്റീവൻസൺ. അനവധി യാത്രകൾ നടത്തിയിട്ടുള്ള ഒരു സഞ്ചാരിയാണ് R.L. സ്റ്റീവൻസൺ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ, കാഴ്ചപ്പാടുകൾ വായനക്കാരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഹേസ്ലിറ്റ്, റോബർട്ട് ബേൺസ് എന്നിങ്ങനെ സഞ്ചാരത്തിൽ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളുടെ അനുഭവങ്ങൾ അദ്ദേഹം ഉപന്യാസത്തിൽ പങ്കുവെക്കുന്നു. ഉപന്യാസത്തിനിടയിൽ ആധുനിക പുരുഷന്മാരും സ്ത്രീകളും നയിക്കുന്ന മൊണോട്ടോണസ് ലൈഫ്, അതായത് ഒരേ രീതിയിലുള്ള ആവർത്തിച്ചുള്ള ജീവിതം, അവരുടെ ജീവിത രീതികളെല്ലാം എപ്പോഴും ഒരേപോലെ ആയിരിക്കും. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഒരേപോലെ ഒരേ രീതിയിൽ എല്ലാ ദിവസവും ചെയ്യുന്നതിനെയാണ് മൊണോട്ടോണസ് ലൈഫ് എന്ന് പറയുന്നത്. വളരെയധികം മടുപ്പ് ഉണ്ടാക്കുന്ന ജീവിത രീതിയാണിത്. ആധുനിക പുരുഷന്മാരും സ്ത്രീകളും ഇന്ന് നയിക്കുന്ന ഇത്തരത്തിലുള്ള മൊണോട്ടോണസ് ലൈഫിനെ ഉപന്യാസത്തിലൂടെ വിമർശിക്കുകയാണ് R.L. സ്റ്റീവൻസൺ. മാത്രമല്ല, ദിനവും നടക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള മടുപ്പുള്ള ജീവിത രീതിയിൽ നിന്നും ഒരു ആശ്വാസം കണ്ടെത്താൻ സാധിക്കുമെന്ന് R.L. സ്റ്റീവൻസൺ അവരെ ഉപദേശിക്കുന്നു. ജീവിതത്തിലെ ചില പ്രതിസന്ധികളിൽ നിന്നും ആശ്വാസം കണ്ടെത്താൻ നടക്കുക എന്നതിനെ ഒരു പ്രതിവിധിയായി പറയുകയാണ് R.L. സ്റ്റീവൻസൺ. ഒരു ടൂർ എന്നത് പ്രകൃതി ദൃശ്യങ്ങൾ കാണുന്നതിന് വേണ്ടി മാത്രമുള്ളതാണെങ്കിൽ ട്രെയിൻ യാത്രയായിരിക്കും അതിന് മികച്ചത്. എന്നാൽ ഒരു കാൽനട യാത്ര അങ്ങനെയല്ല. വളരെ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെയാണ് കാൽനടയാത്ര ആരംഭിക്കുന്നത്. അതേപോലെ നമുക്ക് ആരോഗ്യം നൽകി ഊർജമുള്ളവരാക്കി വളരെ സമാധാനത്തോടെയാണ് ആ യാത്ര അവസാനിക്കുന്നത്. ഒരു വ്യക്തിക്ക് നടക്കുന്നതിലൂടെ ആനന്ദത്തിനു പുറമെ ആനന്ദം വന്നുകൊണ്ടേയിരിക്കും. ഇത്തരത്തിലുള്ള ഒരു യാത്ര പോകുമ്പോൾ ഒരിക്കലും ഒരാൾ അമിതമായി നടക്കരുത്. എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ദൂരം അവസാനിപ്പിക്കാൻ വേണ്ടി നടക്കുകയാണെങ്കിൽ അത് സ്വന്തം ശരീരത്തെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണ്. ഇങ്ങനെ അമിതമായി നടക്കുന്ന ഒരാൾ വൈകുന്നേരമുള്ള ആകാശത്തിൻ്റെ ഭംഗിയോ എന്തിന് ആ യാത്ര പോലും ആസ്വദിക്കുകയില്ല. ഇതുകൂടാതെ അമിതമായി വളരെ വേഗത്തിൽ നടന്നതിലൂടെയുണ്ടായ ശരീരത്തിലെ ക്ഷീണം അവനെ ഉറക്കത്തിലേക്ക് നയിക്കും. കാൽനടയാത്ര പോകുന്നെങ്കിൽ കഴിവതും ഒറ്റയ്ക്ക് പോകണം. ഒരു പങ്കാളിയോടൊപ്പമോ ഒരു കൂട്ടമായിട്ടോ പോവുകയാണെങ്കിൽ അതൊരു പിക്നിക്കാണ്. മറ്റുള്ളവർക്ക് കൂടി തോന്നുമ്പോഴല്ലാതെ നമുക്ക് സ്വയം തോന്നി യാത്ര നിർത്തി വിശ്രമിക്കാനും പിന്നീട് യാത്രാക്ഷീണം മാറി സ്വയം തോന്നി യാത്ര ആരംഭിക്കാനുമുള്ള ആ ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ടായിരിക്കണം. ഒറ്റയ്ക്ക് പോകുമ്പോൾ മാത്രമേ അത് ലഭിക്കൂ. തുടക്കത്തിൽ തന്നെ ഒരാൾക്ക് ആ യാത്ര ഉപേക്ഷിച്ചാലോ എന്ന തോന്നലുണ്ടാവുകയാണെങ്കിൽ ഒരു ചെറിയ ഇടവേളയെടുത്ത് കുറച്ച് വ്യായാമങ്ങളൊക്കെ ഒന്ന് ചെയ്ത് ഒരു പാട്ട് പാടി തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഒരാളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കും. യാത്രക്കിടയിൽ ഒരാളുടെ പ്രശ്നങ്ങളോ പരിഭവങ്ങളോ പേടികളോ ഒന്നും ആലോചിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ യാത്ര ആസ്വദിക്കാൻ സാധിക്കത്തില്ല. യാത്രയിൽ അയാൾ സന്തോഷവാനായിരിക്കില്ല. ഇടയ്ക്ക് ഹേസ്ലിറ്റിൻ്റെ വാക്കുകൾ കടമെടുക്കുന്നുണ്ടെങ്കിലും യാത്രക്കിടയിൽ ഓടുന്നതിലും ചാടുന്നതിലും എതിരാണ് സ്റ്റീവൻസൺ. കാരണം യാത്രക്കിടയിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ റെസ്പിറേഷൻ അഥവാ ശ്വസനത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള താളം അവ തെറ്റിക്കും. കാൽനടയാത്ര വഴി ശരീരത്തിന് ആരോഗ്യവും ശ്വസിക്കാൻ ശുദ്ധവായുവും സന്തോഷം നിറഞ്ഞ ഒരു അനുഭൂതിയും നൽകുന്നു. ഇതുകൂടാതെ ഏകാന്തതയെ ആസ്വദിക്കാനുള്ള ഒരു അവസരവും.
കാൽനടയാത്ര നടത്തുമ്പോൾ സമയം വളരെ പതുക്കെ ഇഴഞ്ഞു നീങ്ങുകയാണെന്ന് തോന്നിപ്പോകാം. ഇൻഡസ്ട്രിയൽ എറ അഥവാ വ്യാവസായിക കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾക്ക് നഷ്ടമായതും അതാണ്. സമയം ജീവിതകാലം മുഴുവൻ ഒരു ഓട്ടമത്സരം പോലെ ഓടിത്തീർത്തതുകൊണ്ട് സമയത്തെ ആസ്വദിച്ച് ജീവിക്കുവാൻ അവർ മറന്നു. നീണ്ട ദൂരം നടന്നതിനു ശേഷമുള്ള വൈകുന്നേരത്തെ ഒരു വിശ്രമത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് സ്റ്റീവൻസൺ തൻ്റെ ഉപന്യാസം നിർത്തുന്നു. ആഗ്രഹങ്ങൾക്കു പിന്നിൽ ഓടുന്നവരാണ് നമ്മളിൽ പലരും. പക്ഷേ ജീവിതം എത്ര ചെറുതാണെന്ന് മനസ്സിലാക്കുന്നതിൽ നമ്മൾ പലരും പരാജയപ്പെട്ടു. അവസാനമായി നമ്മൾ സന്തോഷിച്ചത് എപ്പോഴാണെന്ന് സ്വയം ഒന്ന് ചോദിക്കണം. നമ്മൾ ശരിക്കും ജീവിക്കുന്നുണ്ടോ? ഇത്തരത്തിൽ ഗൗരവമേറിയ ചോദ്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട്. വളരെ സന്തോഷത്തോടെ ജീവിതത്തെ ആസ്വദിക്കുകയും ജീവിക്കുകയും വേണം. അതേപോലെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം. ഇവ മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സമയമാകുമ്പോൾ, സമയം മെച്ചപ്പെടുമ്പോൾ, നാം ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഒരു കാൽനടയാത്ര പോകണം. ഇതാണ് R.L. സ്റ്റീവൻസൺ എഴുതിയ വാക്കിംഗ് ടൂർ എന്ന ഉപന്യാസം. ഗഹനമായിട്ടുള്ള ഗൗരവപരമായിട്ടുള്ള അനവധി ഉപദേശങ്ങൾ, സന്ദേശങ്ങൾ ഈ ഉപന്യാസത്തിലുണ്ട്. വളരെ ലളിതമായിട്ടുള്ള രീതിയിലാണ് ഉപന്യാസം എഴുതിയിട്ടുള്ളത്. എല്ലാവർക്കും ഈ വീഡിയോ സഹായപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.